മന്ത്രിസഭയിലെ സാമുദായിക പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം കൃത്യതയുള്ളതാണ്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണ്? അല്ല, ഇതില് സത്യത്തിൽ അങ്ങനെ ഒരു സാമുദായിക പ്രാതിനിധ്യം നോക്കണം എന്ന് പറയുന്ന ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. ഓക്കെ, നോക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇത്തവണത്തെ മന്ത്രിസഭയുടെ പ്രത്യേകത അങ്ങനെ സാമുദായിക പ്രാതിനിധ്യമൊക്കെ ഏതാണ്ട് കൃത്യമായി നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നേരത്തെയുള്ള മന്ത്രിസഭയിൽ കോൺഗ്രസിൻ്റെ മന്ത്രി ആകെ കെ ബാബു മാത്രമാണ് ഒരു ഈഴവ മന്ത്രിയായിട്ടുണ്ടായിരുന്നത്. വളരെ പ്രബലമായിട്ടുള്ള ഒരു സമൂഹമാണത്, കാരണം വലിയ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സമുദായമാണ്. അപ്പോൾ അവർക്ക് ഇത്തവണ 3 പേരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എം ലിജു പുതിയതായിട്ട് വന്നതാണ്, അതുപോലെ ഓജോ ജനേഷ് വന്നതാണ്, അതുപോലെ തന്നെ തുളസി, ഇങ്ങനെ 3 പേരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാമുദായിക പ്രാതിനിധ്യം വന്നതുകൊണ്ട് മാത്രം മന്ത്രിയാക്കപ്പെടാതെ പോയവരുണ്ട്. ഉദാഹരണത്തിന് അനൂപ് ജേക്കബ്, അദ്ദേഹം യാക്കോബായ ക്രിസ്ത്യനാണ്. അനൂപ് ജേക്കബ് അവിടെ ഉള്ളത് കൊണ്ടിട്ടാണ് പാവം മാത്യു കുഴൽനാടിന് ഇപ്പോൾ അത് കിട്ടാതെ പോയത്. അല്ലെങ്കിൽ കെ സിയുടെ നോമിനി ആയിരുന്നു, മാത്യു കുഴൽനാടിന് സുഖമായിട്ട് കിട്ടിയിട്ടാണ്. പക്ഷെ മാത്യു കുഴൽനാടിന് പകരം മറ്റൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾ കൂടി വരണം എന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ റോജി എം ജോണിന് നറുക്ക് വീണത്. ഇവരൊക്കെ തന്നെ റോജി എം ജോണും മാത്യു കുഴൽനാടനും ഒക്കെ കെ സിക്ക് വേണ്ടി പടവരുതിയവരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതായത് നിഷാദ് റാവുത്തരൊക്കെ മറ്റേ മീഡിയ വണ്ണിൽ നിന്ന് കേസിന് ചീത്ത പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകാതെ പോയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അതുപോലെ വി ടി ബൽറാം അതുപോലെ ആകാതെ പോയതാണ്. പിന്നെ ഇതിലൊരു നായർ മന്ത്രി സമുദായത്തിന് വലിയ പ്രാതിനിധ്യമുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും പ്രബലമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ വിഭാഗത്തിൽ നിന്നുള്ളതാണ്. പിന്നെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൽ നിന്ന് വലിയ പ്രാതിനിധ്യം ഇത്തവണ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്കറിയാലോ, ഈ പറയുന്ന അനിൽകുമാറാണ്. അനിൽകുമാറിന് ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ വനിതകൾക്ക് 2 പേർക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ സിദ്ദിഖ് ഒരു വയനാട് എന്നുള്ള പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്, മുസ്ലിം പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കറിയുന്ന പോലെ ഇപ്പം മറ്റേ ഡെപ്യൂട്ടി മേയറായിട്ട് ഷാനിമോൾ ഉസ്മാൻ വരുന്നുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു സാമുദായിക പ്രാതിനിധ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ നോക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു നായർ സമുദായത്തിന്റെ പിൻബലം കൂടുതലാണ് ഇതിനകത്ത്. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് എല്ലാ മന്ത്രിസഭകളിലും അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട്. 4 ഒന്ന് വി ഡി സതീശൻ, അത് തന്നെ താങ്കൾ പറഞ്ഞ പോലെ വി ഡി സതീശൻ, രണ്ടാമത്തേത് നമുക്കറിയാലോ മറ്റേ രമേശ് ചെന്നിത്തല, മൂന്നാമത്തേത് കെ മുരളീധരൻ, പിന്നെ 4മത്തേത് പി സി വിഷ്ണുനാഥ്, പിന്നെ മറ്റേ ഇവരൊക്കെ തന്നെ ഇപ്പം ഞാൻ പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെങ്കിലും അത് തന്നെയാണ്, സ്പീക്കറാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പ്രാതിനിധ്യമൊക്കെ ഏതാണ്ട് കുഴപ്പമില്ലാത്ത ലെവലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. 6 പേര് വേണം എന്നാണ് ശിവഗിരി മഠത്തിൽ എന്നൊക്കെ പറഞ്ഞത്, മറന്നുപോരുത്. 6 പേര് വേണം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായങ്ങളും യാക്കോബായ ഓർത്തഡോക്സിൽ നിന്നൊക്കെ ആളുകൾ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ഓർത്തഡോക്സിൽ നിന്നായിരുന്നെങ്കിൽ നമുക്ക് മറ്റേ ഇയാളെ കിട്ടിയാനെ, ചാണ്ടി ഉമ്മനെ കിട്ടിപ്പോയാനെ. അപ്പം ചാണ്ടി ഉമ്മനെ അത് ഓർത്തഡോക്സ് പിന്നെ അങ്ങനെ പരിഗണിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തിയത്. അതുപോലെ ഈഴവ സമുദായത്തിൽ നിന്ന് 8 പേരാണ് ജയിച്ചത്, അതിൽ നിന്ന് 3 പേരെ മന്ത്രിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ ഈ മന്ത്രിസഭ എന്ത് ചെയ്തിട്ടുണ്ട്. 2 പേരല്ലേ ഈഴവ സമുദായത്തിൽ? അല്ല, ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് തുളസി ഉണ്ട്, ഓജ ജനീഷ് ഉണ്ട്, പിന്നെ ലിജു ഉണ്ട്. കുഴപ്പമില്ല. ലിജു കനപ്പെട്ട ഇവര് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇവരൊക്കെ ഭാഗ്യവന്മാരാണ് കേട്ടോ. ആദ്യമായിട്ട് ജയിച്ചു തന്നെ, അപ്പൊ തന്നെ മന്ത്രിയായി. വലിയ കോമ്പിനേഷൻ ആയിട്ട് വലിയ തലവേദന ഉണ്ടായതുകൊണ്ടും കെ സി വേണുഗോപാലിന് പിടിയുള്ളതുകൊണ്ടും ഇവരെല്ലാവരും എന്ത് ചെയ്തു. അത് ചിലര് വരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ഇവര് പലരും മന്ത്രിയാവൂലായിരുന്നു. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി കെ സി വേണുഗോപാലിന്റെ പ്രാതിനിധ്യം ഉണ്ടല്ലോ. പിന്നെ മന്ത്രിമാർക്ക് ഇത്രയും നമ്പർ പുള്ളിക്കൊരിക്കലും അത് പല പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും. സതീശൻ പറയുന്നവരെയും ബാക്കിയുള്ളത് പറയുന്നവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ ആ തലവേദനയില്ല. ഈ മന്ത്രി ആവുക എന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ചാൻസ് ആണ്. കാരണം വെച്ചാൽ ഏത് സമയത്തും എന്ത് ചെയ്യാം, ചില പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേക പ്രശ്നങ്ങൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, മന്ത്രിയാവും. പിന്നെ സണ്ണി ജോസഫും റോജി എം ജോണും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു പ്രാതിനിധ്യവും അതിനകത്ത് കൃത്യമായിട്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് വേറെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മന്ത്രിസഭയുടെ ഈ സാമുദായിക പ്രാതിനിധ്യമൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയാം, ഈ പ്രാതിനിധ്യമൊക്കെ കറക്റ്റാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഉയരാൻ പോകുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇതൊരു മുസ്ലിം സമുദായത്തിന് പ്രാമുഖ്യമുള്ള മുസ്ലിം ലീഗിൻ്റെ മന്ത്രിസഭയാണ് എന്നുള്ള ലെവലിലാണ് യഥാർത്ഥത്തിൽ ഇത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരാൻ ഇരിക്കുന്നത്. അങ്ങനെ വരുമെന്ന് പറയുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രാതിനിധ്യം കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയത്. കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എവിടെ നിന്നാണെന്നറിയോ? അതെവിടെ നിന്നാണ്?
NSSും SNDPയും വിഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് NSSന് കുഴപ്പമില്ലാത്ത പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളത് അവർക്ക് പറയാം, അല്ലെങ്കിൽ നായർ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടെന്ന് പറയാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രാതിനിധ്യം ഉണ്ടെന്ന് പറയാം, ഈഴവർക്കും പ്രാതിനിധ്യം കുഴപ്പമില്ല, തെറ്റില്ലാതെ ഉണ്ട് എന്നുള്ളത് പറയാം. ലീഗിന് 6 മന്ത്രിമാരുണ്ട്. ലീഗിന് 6 പേരുണ്ട്. ആരൊക്കെയാണ്? ലീഗിന് PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, പാറയ്ക്കൽ അബ്ദുള്ള, N ഷംസുദ്ദീൻ, 5 പേര്. 5 പേരാണ്. ലീഗിന് 5 മന്ത്രിമാരാണ്. ലീഗിന് 6 മന്ത്രിമാരെ കൊടുത്ത് കേരളം ഇപ്പൊ തന്നെ നിലവില്. ലീഗിന് 5 മന്ത്രിമാരെ തന്നെ കഴിഞ്ഞവണ 5 മന്ത്രിമാരെ കൊടുത്തത് 4 മന്ത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കൂടുതൽ വകുപ്പ് കൊടുക്കാതെ ഒരാളെ കൂടി മന്ത്രിയാക്കുകയാണ് ചെയ്തത്. മഞ്ഞളാംകുടി അലീനെ കൂടി മന്ത്രിയാക്കുകയാണ് ചെയ്തത്. അപ്പൊ അത്തരത്തിൽ ഈ 5 മന്ത്രി സ്ഥാനമുള്ളൂ. 5 മന്ത്രി സ്ഥാനം കുഴപ്പമില്ല, കാരണം വെച്ചാൽ കഴിഞ്ഞവണ കിട്ടിയതാണ്. പിന്നെ 20 സീറ്റ് ഉണ്ടായപ്പോഴാണ് 5 കിട്ടിയത് എന്നുള്ളവർക്ക് പറയാം. അപ്പൊ അത് എന്ത് ചെയ്തു, ഒരെണ്ണം കൂടുതൽ കിട്ടി. പിന്നെ കോൺഗ്രസിന് സന്തോഷം, സാധാരണ 11 കിട്ടുക, ഇത്തവണ ഒരെണ്ണവും കൂടി കൂടുതൽ കിട്ടി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല. ആർക്ക്? കേരള കോൺഗ്രസ് ജെക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല. അതായത് അപ്പു ജോസഫിന് ചീഫ് വിപ്പ് സ്ഥാനം കൊടുത്തു. അതുപോലെ തന്നെ മോൻസ് ജോസഫിന് അതങ്ങനെ ഒതുക്കിയതല്ല. യഥാർത്ഥത്തിൽ മോൻസ് ജോസഫിനും ഉണ്ടാവില്ല പുള്ളിക്ക് മന്ത്രിസ്ഥാനം കിട്ടുള്ളൂ. ഈ നമ്മള് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയിലൊരു കാര്യമുണ്ട്, അതായത് മറ്റേ പാർട്ടി കമ്മിറ്റി കൂടുമ്പോഴത്തേക്കാണ് പ്രഖ്യാപിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന ആളാണ് മന്ത്രി, അതായത് ഷാജോൺ അവതരിപ്പിക്കുന്ന ആളാണ് ഇവിടെ MLA ആയിട്ട് മത്സരിക്കാൻ പോണെന്നുണ്ട്. ഷാജോൺ പക്ഷെ ഒരു സുപ്രഭാതത്തിൽ തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിജുവിനെ ആക്കുന്നുണ്ട്. കാരണം കേന്ദ്ര മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ മോൻസ് ജോസഫിന്റെ കേസിലൊക്കെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോൻസ് ജോസഫ് 2 മന്ത്രിയല്ല 1 മന്ത്രിയായിട്ടിരിക്കുന്നതാണ് മോൻസ് ജോസഫിന് താല്പര്യം. കാരണം എന്തുകൊണ്ടാണ്? സ്വന്തം പാർട്ടിയുടെ പിടിക്ക് ഏറ്റവും വലിയ അധികാരേന്ദ്രം മോൻസ് ജോസഫ് ആയിരിക്കും. അതേസമയം 2 മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പിടി ഉണ്ടാവില്ല. അപ്പൊ പുറമെ ഇവര് മോൻസ് ജോസഫ് ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം വന്ന് ഗംഭീരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയോ? ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അവകാശമുണ്ട് എന്ന് പറയും. അത് യാഥാർത്ഥ്യമാണ്, 7 സീറ്റുണ്ട് ഞങ്ങൾക്ക്, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത വാചകവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ രാഷ്ട്രീയം മനസ്സിലാവുള്ളൂ. പക്ഷേ കോൺഗ്രസ് അവർക്കുണ്ടായിട്ടുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് ന്യായമായ അവകാശമായതുകൊണ്ട് സമ്മതിച്ചു തരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കിട്ടണം, പക്ഷെ കിട്ടിയില്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല എന്നാണ്. നമ്മളിപ്പോൾ വളരെ കൃത്യമായി റിയൽ എസ്റ്റേറ്റിലൊക്കെ പ്രചോദനം അറിയുന്നത്. ഇപ്പം നമ്മളിത് വിലയെന്ന് ചോദിക്കണേ, ഈ സ്ഥലത്തിന് എത്ര രൂപ? 5 ലക്ഷം രൂപ എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ 5 ലക്ഷം രൂപയെന്ന് കാര്യമായിട്ടൊന്നും കുറക്കാൻ പോണില്ലെന്നാണ്. ആ സമയം ഈ സ്ഥലത്തിന് എത്ര വില? 5 ലക്ഷം രൂപ പറയണത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് 4 ലക്ഷം രൂപയെന്ന്. എന്താ കാര്യം? അവന് തന്നെ ഉറപ്പില്ല. അപ്പം ഇതുപോലെ വാക്കുകൾ എല്ലാം 5 ലക്ഷമാണ് പറയണം. പക്ഷെ അതുപോലെ വാക്കുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ എനിക്ക് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായി മോൻസ് ജോസഫ് എന്ത് ചെയ്യുമെന്ന്. വിട്ട് കളയുന്നു. പിന്നെ മോൻസ് ജോസഫിനാണത് കിട്ടേണ്ടത്. അപ്പം ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. അപ്പു ജോസഫിന് അത് കിട്ടാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇന്നലെ തലേദിവസം വരുമ്പോൾ PG ജോസഫിന് ഒരു പാരമ്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒറ്റടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ അപ്പു ജോസഫ് അടക്കം എല്ലാവരും ജയിച്ചേക്കണം. ഓക്കെ, തൊടുപുഴ ജയിച്ചേക്കണം അവരുടെ പിൻബലത്തിലാണ്. പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസിന്റെ വലിയ ബാക്ക് വലിയ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും പേര് ജയിച്ച് വന്നേക്കണേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കോൺഗ്രസ് പറയുന്നത് തന്നെയാണ് സത്യം. VT ബൽറാമിനെയൊക്കെ ആക്കിയാൽ ഈ സമുദായിക്ക് പക്ഷെ പിന്നെയും തെറ്റുവന്നേ. VT ബൽറാമിനെ ആക്കിയിട്ടുണ്ടെങ്കിൽ VT ബൽറാം ആകണത് നല്ല കാര്യമാണ്, നല്ല മിടുക്കനായിട്ടുള്ള ഒരാളാണ്. സത്യത്തിൽ ഇത് കോൺഗ്രസ് ഇങ്ങനെയൊന്നും ചിന്തിച്ച് ആക്കേണ്ടതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രത്യേക സാഹചര്യം വെച്ച് ഇതൊക്കെ വലിയ തലവേദനയാവുമെന്ന് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കി, ആദ്യമായിട്ടല്ലേ കേരളത്തിൽ ശിവഗിരി മഠത്തിൽ എന്ന് പറയണത് 6 പേരെ മന്ത്രിയാക്കുന്നത്. എന്ത് കാര്യം ഇരിക്കണത്? ശിവഗിരി മഠത്തിനും ബിഷപ്പുമാരും ഈ പറയുന്ന പെരുന്നയിലെ പോപ്പും ഒക്കെ ഇരുന്നിട്ടാണ് കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം തീരുമാനിക്കേണ്ടത്. ഇവരൊന്നും പറയണ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊന്നും വന്നില്ലെങ്കിൽ ഈ പ്രാതിനിധ്യം ഇന്ന് മുതൽ ആളുകൾ കണക്കെടുക്കുക തുടങ്ങുകയും ഇത് വലിയ തലവേദനയാകുകയും വർഗീയമായിട്ടുള്ളൊരു വിഭജനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുള്ളത് കോൺഗ്രസിന്റെ ഗതികേടാണ്. VT ബൽറാം ഒഴിവായി, മാത്യു കുഴൽനാടൻ ഒഴിവായി. മാത്യു കുഴൽനാടൻ ശരിക്കും വേണമെങ്കിൽ കോൺഗ്രസിനകത്ത് നിന്ന് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് എല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. ഷാനി മോൾ ഉസ്മാൻ ഒഴിവായി. പിന്നെ VP ശ്രീനിജൻ ഒഴിവായി. ശ്രീനിജനല്ല, മറ്റേ സജീന്ദ്രൻ ഒഴിവായി, VP സജീന്ദ്രൻ. അപ്പം ഇത്തരത്തിൽ സജീന്ദ്രൻ പിന്നെ കേട്ടിരുന്ന ഒരാളല്ല. ചാണ്ടി ഉമ്മൻ ഒഴിവായി. അതുപോലെ തന്നെ മറ്റേ ജയന്ത്, സേനാപതി വേണു, ഇതുപോലെ പലരുടെയും പേരുകളൊക്കെ വന്നിരുന്നു. പിന്നെ കോൺഗ്രസിനകത്തൊരു കാര്യമുണ്ട്, ആരെങ്കിലും ഗോഡ് ഫാദർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ തടയുള്ളൂ, അല്ലെങ്കിൽ തടയില്ല, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ VT ബൽറാമിൻ്റെ ഒക്കെ ഒരു കേസിൽ VT ബൽറാമിൻ്റെ കാര്യം ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഡിസ്കസ് ചെയ്യണ്ട. VT ബൽറാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പലപ്പോഴും കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും എടുക്കാത്ത പല നിലപാടുകളും വളരെ കൃത്യമായി എടുക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഈ റിസർവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതായത് പലപ്പോഴും ഈ പറയുന്ന സാമ്പത്തികമായ റിസർവേഷനെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈഴവ റിസർവേഷനെ കുറിച്ച് മറ്റ് റിസർവേഷനെ കുറിച്ചൊക്കെ വളരെ കൃത്യവും വ്യക്തവുമായി പഠിക്കുകയും അതിന് നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് വി ടി ബൽറാം എന്ന് പറയുന്നത്. പിന്നെ വി ടി ബൽറാമിന് ഇത്തവണ പറ്റിയത് വി ടി ബൽറാം ഏതാണ്ട് ഒരു വി ഡി സതീശനൊപ്പം അനുകൂലിച്ചാണ് നയിച്ചത്. അപ്പം തന്നെ പിന്നെ മന്ത്രിസ്ഥാനം ഇല്ല, മന്ത്രിസ്ഥാനം ഇല്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ഒന്ന് അവസാനം വരെ പിടിച്ച് നോക്കിയതാണ്. രമേശ് ചെന്നിത്തല പിടിച്ചു നോക്കി ഏറ്റവും അവസാനം വരെ. ആർക്ക് വേണ്ടിയിട്ട്? ഒരു പട്ടിക വർഗ വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ വരട്ടെ എന്ന് വിചാരിച്ചു. അത് കൊടുത്തതിന് കുഴപ്പമില്ല. പക്ഷേ ഐ സി ബാലകൃഷ്ണൻ വരട്ടെ, അതുപോലെ അൻവർ സാദത്തിന് വേണ്ടി പിടിച്ചു നോക്കിയതാണ്. പിന്നെ അബിൻ വർക്കിക്ക് വേണ്ടിയൊന്നും മാത്രം പിടിച്ചില്ലെന്ന് മാത്രം. പിന്നെ ഇതിൽ ഭയങ്കര ഭാഗ്യവും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. സത്യം പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി, ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തലവേദനയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒ ജെ ജനേഷ് ഒരിക്കലും MLA പോലും ആവില്ല. കറക്റ്റ് ടൈമിന് പുള്ളി ഒരു കെണി ചെന്ന് പെട്ടു. പുള്ളിയുടെ മറ്റേ അത് നിതാന്തമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഒരു 3-4 കേസ് റെഡിയാക്കി എടുത്തു. ആ റെഡിയാക്കി എടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മാറിയതുകൊണ്ടാണ് KSU പ്രസിഡന്റായി ഒ ജെ ജനേഷ് വരുന്നത്. ഒ ജെ ജനേഷ് വരുന്നതിന് എങ്ങനെയാണ്? സത്യത്തിൽ അവിടെ അബിൻ വർക്ക് വരുമെന്ന് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ KCയുടെ ആളായതുകൊണ്ട് ഒ ജെ ജനേഷ് വന്നതുകൊണ്ട് ഒ ജെ ജനേഷ് ഇവിടെ കൊടുങ്ങല്ലൂർ സീറ്റ് കിട്ടി. ഇനി കൊടുങ്ങല്ലൂർ സീറ്റിൽ നിന്ന് ജയിക്കാൻ പറ്റുമെന്ന് ജനേഷ് പോലും ആദ്യം വിചാരിച്ചിട്ടില്ല. തോക്കാൻ വേണ്ടി ഒരു സീറ്റ് കൊടുത്താണ്. പക്ഷേ ജനേഷ് അവിടെ നിന്ന് ജയിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈഴവ പ്രാതിനിധ്യവും അതുപോലെ തന്നെ KCയുടെ ആളും ആയതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു? മന്ത്രിസ്ഥാനത്തേക്ക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി തന്നെ അമ്പരം നിൽക്കായിരിക്കും. ഇത് എന്തൊക്കെയാണ് ഈ കുറച്ച് 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ട് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലായേ? വലിയ അത്ഭുതത്തിലായിരിക്കും. ഇതിനു മുമ്പ് ഒ ജെ ജനേഷ് ഒരാളെ പ്രജിത കേട്ടിട്ടുണ്ട് ഒരു 2 കൊല്ലം മുമ്പ്. സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനെങ്കിൽ പ്രജിത പോട്ടെ, ഞാൻ പറഞ്ഞ ഞാൻ അറിയുന്ന വലിയ മാധ്യമപ്രവർത്തകർക്ക് ആരും എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. ഓക്കെ, തൃശ്ശൂരുള്ള ആളുകൾക്ക് അറിയാം, എന്നോട് നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു സ്റ്റേറ്റ് പ്രസിഡന്റായി വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒ ജെ ജനീഷ് വരികയും പിന്നെ എന്ത് ചെയ്യുകയും ചെയ്തു, ഈ പറയുന്ന ഇപ്പം മന്ത്രിയാവുകയും ചെയ്തു. അപ്പം ഇതുപോലെ മന്ത്രിസഭ എന്നൊക്കെ പറയുന്ന ഒരു കിളിക്കൂത്താണ്. അതിലാകെ വളരെ കൃത്യമായി സീറ്റ് ഉറപ്പിച്ച 2 പേരെ ആദ്യം തീരുമാനിച്ച 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് രമേശ് ചെന്നിത്തല, അത് ആദ്യം തന്നെ തീരുമാനിക്കപ്പെട്ടു. കാരണം പുള്ളി വരില്ലെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അത് തീരുമാനിക്കപ്പെട്ടു. പിന്നെ കെ മുരളീധരൻ, പിന്നെ ഉറപ്പായിട്ടും സണ്ണി ജോസഫ്. അദ്ദേഹത്തെ KPC പ്രസിഡന്റായി നിൽക്കുമ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം 100% തെരഞ്ഞെടുപ്പിന് മുമ്പേ ഏറ്റവും ആദ്യം മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു ഒറ്റ ആളുള്ളൂ, അത് KPC പ്രസിഡന്റാണ്. കാരണം അദ്ദേഹത്തിന് അത് കൊടുത്തേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഇനി അടുത്തത് KPCC പ്രസിഡന്റ് ആരാകുമെന്നുള്ള സംശയമാണ്. അപ്പം ഇത്തരത്തിലുള്ള നിരവധി പരിഗണനകൾ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടതാകേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം കോഴിക്കോട് നിന്നൊരു മന്ത്രിയായിട്ടുള്ള ജയന്തനടക്കം ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പരിഗണനയിൽ പരിഗണിച്ചതാണ്. പക്ഷെ അന്നേരം സതീശനെ എതിർത്തു എന്നൊക്കെയുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു ഭാഗ്യമാണ് എന്നുള്ളത് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. മന്ത്രിസഭ പക്ഷേ ടോട്ടലി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത മന്ത്രിസഭയാണ്. എനിക്ക് വലിയ പ്രതീക്ഷയുള്ളത് ഇപ്പോൾ സണ്ണി ജോസഫ് ആണെങ്കിലും അല്ലെങ്കിൽ PC വിശ്വനാഥ് ആണെങ്കിലും അതുപോലെ തന്നെ ലിജു ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായി ഭരിക്കാൻ കഴിയുന്ന ഒരാളുകളാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഈ മന്ത്രിമാരെ പലരും നമ്മൾ ഒറ്റക്കെടുത്ത് നോക്കിയാൽ, ഇപ്പോൾ കെ മുരളീധരനാണെങ്കിലും ഈവൻ രമേശ് ചെന്നിത്തല പോലും എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒരു സൈഡിലുള്ളൊരു അഫെയറാണ്. പക്ഷേ മറ്റേതല്ല, മറ്റത് വളരെ കൃത്യമായി അത് മാത്രം ഫോക്കസ് ചെയ്ത് ഭരിക്കാൻ പറ്റും. അതിപ്പോൾ കെ മുരളീധരനാണെങ്കിലും AP അനിൽകുമാർ ആണെങ്കിലും PC വിശ്വനാഥ് ആണെങ്കിലും സണ്ണി ജോസഫ് ആണെങ്കിലും ഒക്കെ തന്നെ ഭരിക്കാൻ പറ്റും. ഇപ്പം ബിന്ദു കൃഷ്ണയും തുളസിയും അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെയാണ് ഇത് എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ കാത്തിരുന്ന് കണ്ടത്. പക്ഷേ ഈ പറഞ്ഞ ആളുകളൊക്കെ നമുക്ക് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ആളുകളാണ്. എങ്കിലും മറ്റുള്ള ആളുകളൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മൾ പറയാതെ പോകരുത്, എറണാകുളത്തിന് 3 മന്ത്രിമാരുണ്ട്. അതായത് ഒന്ന് അബ്ദുൾ ഗഫൂർ ഉണ്ട്, അബ്ദുൾ ഗഫൂർ, ഏത് കളമശ്ശേരിയിൽ നിന്ന്. കളമശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ ആരെയിച്ചാലും മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അബ്ദുൾ ഗഫൂർ ഉണ്ട്. രണ്ടാമത്തേത് അനൂപ് ജേക്കബ് ഉണ്ട് പുറത്തുനിന്ന്. മൂന്നാമത്തേത് റോജി എം ജോൺ. റോജി എം ജോണിനും വലിയ ഭാഗ്യമല്ലേ, ഈ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, വലിയ ചാൻസ് കിട്ടി. അപ്പം അത്തരത്തിൽ കുറച്ചുകൂടി പക്വമതികളായിട്ടുള്ള ആളുകളാണ്. ഈവൻ ബിന്ദു കൃഷ്ണയാണെങ്കിലും തുളസി ആണെങ്കിലും പോലും കുഴപ്പമില്ലാത്തൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്ന ആളുകളാണ്. പക്ഷേ ടോട്ടലി വരുമ്പോൾ ഒറ്റക്കൊറ്റക്ക് എടുത്ത് നോക്കിയാൽ ഇവരെല്ലാം ഗംഭീരമായിട്ടുള്ള ആളുകളാണ്. പക്ഷേ ടോട്ടലി വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളിനി കാത്തിരുത്